നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിലെത്തുന്നത്. വലിയൊരു കോളിളക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് BJPയും അതുപോലെ തന്നെ എല്ലാ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വന്നപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ആയുധം സർക്കാരിനെതിരെ ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് പൂഞ്ഞാറിലെ വൈദികന് നേരെ ഉണ്ടായ ആക്രമണം പത്തനംതിട്ടയിലെ BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുള്ളത്. പൂഞ്ഞാറിലെ സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് ആരോപിച്ചത്. ക്രൈസ്തവ പുരോഹിതൻ പോലും ആക്രമിക്കപ്പെട്ടുവെന്നും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ സംഭവം BJP പ്രചാരണ വിഷയമാക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ പ്രസംഗത്തിലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പൂഞ്ഞാർ സംഭവത്തിൽ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പൂഞ്ഞാറിൽ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് വൈദികന് നേരെ വണ്ടി കയറ്റുകയായിരുന്നുവെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ തെരഞ്ഞുപിടിച്ച് കേസെടുക്കുന്നുവെന്ന ഹുസൈൻ മടവൂർ മുഖാമുഖത്തിനിടയിൽ നടത്തിയ വാദത്തിന് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനായിരുന്നു. അതുകൊണ്ട് അന്ന് കൃത്യം നിലപാട് പറഞ്ഞത്. അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും നിലപാടെന്നും അതിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പൂഞ്ഞാറിൽ വൈദികന് നേരെ ഉണ്ടായ ആക്രമണം തെമ്മാടിത്തരമാണെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. വൈദികന് നേരെ വണ്ടി കയറ്റിയതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒരു വിഭാഗക്കാരെ മാത്രം പോലീസ് തെരഞ്ഞുപിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖത്തിനിടെ KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ ഉന്നയിച്ച ചോദ്യത്തോടുള്ള മറുപടി എന്ന നിലയിലാണ് പൂഞ്ഞാർ വിഷയം മുഖ്യമന്ത്രി പരാമർശിച്ചത്. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ വണ്ടിയിടിപ്പിച്ച കേസിൽ മുസ്ലിം വിഭാഗക്കാരെ മാത്രം തെരഞ്ഞുപിടിച്ച് പ്രതി ചേർത്തു എന്നായിരുന്നു മടവൂരിന്റെ പരാമർശം. എന്നാൽ പൂഞ്ഞാറിൽ നടന്നത് തെമ്മാടിത്തരമാണെന്ന് മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടതെന്നും മുഖ്യമന്ത്രി തുറന്നടിക്കുകയായിരുന്നു. ഫെബ്രുവരി 23-നാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ ഒരു കൂട്ടം യുവാക്കൾ പള്ളി മുറ്റത്ത് വെച്ച് വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരടക്കം +2 വിദ്യാർത്ഥികളായ 27 പേരെയാണ് വധശ്രമ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നത്. പ്രശ്നം മതപരമായ സ്പർദ്ധയിലേക്ക് നീങ്ങാതിരിക്കാൻ കേസിൽ അറസ്റ്റിലായവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല. റീൽസ് എടുക്കാൻ വേണ്ടി പള്ളി മുറ്റത്തെത്തിയ കുട്ടികളും വൈദികനും തമ്മിലുണ്ടായ തർക്കം മതപരമായി ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും നിലപാട് അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മോദിയും ഈ വിഷയം ഉന്നയിച്ചത് എന്നതും ശ്രദ്ധേയമാണ്.